of God, to whom of salvation speak near. Never this day be at my side, to light and power, to rule and guide. ലോകത്തിൽ ഇന്ന് ക്രിസ്തുവിനെ ദൃശ്യമാക്കുന്നവനാണ് പുരോഹിതൻ. വിശുദ്ധനായ ഓരോ പുരോഹിതനിലും ദൈവജനം കാണുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. പുണ്യചരിതനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജീഷ്യൻ വൈദികനെ വർണ്ണിച്ചിരിക്കുന്നത് എത്രയോ മനോഹരമായിട്ടാണ്. അതെ, ഓരോ വൈദികനും ഓരോ ക്രിസ്തുവാണ്. അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഓരോ പുരോഹിതനും. ഒരു കുടുംബവും ഒരിടവകയും ഒരു പറ്റം സുഹൃത്തുക്കളും എണ്ണിയാലൊടുങ്ങാത്ത അഭ്യുദയകാംക്ഷികളും വർഷങ്ങളായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കത്തോലിക്ക സഭയ്ക്ക് ഒരു നവവൈദികനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ആയുർവേദ അലോപ്പതി വൈദ്യശാസ്ത്ര പഠനങ്ങൾക്ക് ശേഷം വൈദിക പരിശീലനത്തിലേക്ക് കടന്ന ഡോക്ടർ സുമേഷ് കുരുത്തുകുളങ്ങര തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ കൈവെപ്പിലൂടെ ജനുവരി 4 വൈദികനായി അഭിഷിക്തനായി. തികഞ്ഞ മരിയഭക്തനും കമിലിയൻ സന്യാസ സമൂഹാംഗവുമായ ഫാദർ സുമേഷ് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ തൃശൂരിലെ വ്യാകുലമാതാവിന്റെ ബസലിക്കയിൽ വച്ചാണ് പുരോഹിതനായി അഭിഷിക്തനായത്. സുമേഷ് അച്ഛന്റെ ജീവിതത്തിന്റെ നാൾവഴികളെ ആശ്ചര്യത്തോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. കുരിയച്ചിറ സെന്റ് ജോസഫ് ഇടവകാംഗങ്ങളായ റപ്പായുടെയും ലീലാമ്മയുടെയും മകനായ ഫാദർ സുമേഷ് കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം പുത്തൻപള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വന്നതും പിതാവിനൊപ്പം സൈക്കിളിലിരുന്ന് വിശുദ്ധ ഔസേപ്പിതാവിന്റെ നൊവേനയിൽ സംബന്ധിക്കാൻ ഇടവക പള്ളിയിൽ പോയതും സ്നേഹത്തോടെ ഓർത്തെടുത്തു. വിശുദ്ധരായ ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പ്രിയ മകന്റെ ദൈവവിളിയെക്കുറിച്ച് പറയാനുള്ളതിങ്ങനെ. സുമേഷ് അച്ഛൻ സെമിനാരിയിലേക്ക് പോകുന്നത് ആയുർവേദവും MBBS ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫോർമേഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു വൈകി ഒരു ഫോർമേഷൻ വരാൻ ഉള്ള ഒരു കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വൈകി വരാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവൻ കൊച്ചുനാളിൽ തന്നെ വൈദിക പട്ടം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് ഇത് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ പഠിക്കാനുള്ള ഒരു ഉത്സാഹം കാണിച്ചു. അതുപോലെ മിടുക്കായിട്ട് എല്ലാ ക്ലാസ്സും നല്ല ജയത്തോടു കൂടി പാസ്സായി. അപ്പൊ പിന്നെ ആ ഇൻട്രസ്റ്റിലായിട്ട് പഠിച്ചു. ആദ്യമായിട്ട് മകൻ അച്ഛനാവാൻ പോണം എന്നൊരു ആഗ്രഹം ഈ MBBS ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അമ്മച്ചിക്ക് എന്താ തോന്നിയേ? മോനങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒരു 25 വർഷം ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ പ്രേക്ഷിതയായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് കൂടെ ജീവിച്ചിട്ട് കർത്താവ് എന്റെ മോനെ ചോദിക്കുമ്പോ ഞാൻ കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. മോൻ വൈദികനാവാൻ പോണെങ്കിൽ വൈദികനാവാൻ പോണം. ഇന്ന് ഇപ്പൊ അച്ഛനായിട്ട് മുമ്പിൽ നിൽക്കുക, ആദ്യമായിട്ട് അച്ഛനായ മകന്റെ കൈ മുത്തുമ്പോ അച്ഛൻ്റെ മകന്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ അപ്പച്ചൻ എന്താ തോന്നുന്നത്? എനിക്ക് തോന്നിയത് അതിപ്പോ എന്റെ മകൻ പ്രത്യേകിച്ച് എന്റെ മകൻ തന്നെയല്ല, ഈ എല്ലാവരും കൂടി അച്ഛനായി നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാണ് തോന്നിയത്, സന്തോഷമായിട്ട് തോന്നി. മാതാപിതാക്കളോടൊപ്പം സുമേഷ് അച്ഛന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അച്ഛന്റെ സഹോദരി സിമി. ജീസസ് യൂത്തിലെ അംഗമായ സിമിയാണ് സുമേഷ് അച്ഛനെ ആദ്യമായി ജീസസ് യൂത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ദൈവത്തിന്റെ വിളിയോട് അച്ഛൻ പ്രത്യുത്തരിച്ച നിർണായക വേളയിലും സഹോദരി സിമിയും സഹോദരി ഭർത്താവ് വിൻസെന്റും അച്ഛനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ട് പിതാവിന്റെ ഒപ്പം ഇരുന്ന് വിശുദ്ധ ബൈബിൾ വായിച്ചതിന്റെയും പങ്കുവച്ചതിന്റെയും ഒരുമിച്ച് പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന്റെയും മധുരോദാരമായ ഓർമ്മകൾ അച്ഛന്റെ സഹോദരി പങ്കുവയ്ക്കുകയുണ്ടായി. When the evening comes, we pray together, we sing together. After the prayer, family prayer, we sit around with our family and we talk about whatever happened during that day. And then mostly my father will talk about the Bible. So we will discuss the Bible between the family. And then because I went to the Jesus Youth community first in the beginning. So I always says to him like, Jesus Youth is very good, and I think he got influenced a little bit from that. But moreover than me, he was already very religious, very near to God. So I think all his life he devoted himself to the God. That's how he became the priest. കുടുംബത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതെങ്കിലും സ്വസഹോദരനെ പോലെയായി തീർന്ന സഹോദരി ഭർത്താവ് വിൻസെന്റിനും സുമേഷ് അച്ഛനെയും അച്ഛന്റെ പ്രാർത്ഥനാ ചൈതന്യത്തെയും കുറിച്ച് വർണ്ണിക്കാതിരിക്കാനാവുന്നില്ല. Yes, I'm just added to his family. But he was a good inspiration to me personally, or all around when we consider the faith of the family.
As you see around here, the influence of Jesus Youth in the ordination of Father Sumesh. So he's grew and did a lot of influence by Jesus Youth community, and you can see that reflect in his life, and automatically, definitely, that comes to our life as well. ജീസസ് യൂത്താണ് സുമേഷച്ചന്റെ പൗരോഹിത്യ വിളിയിൽ നിർണായക വഴിത്തിരിവായത്. കുരിയച്ചിറ ഇടവകയിലെ ജീസസ് യൂത്ത് അംഗങ്ങൾ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയിൽ നിറസാന്നിധ്യമായി നിന്നത് അച്ഛനും അവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സംശയാതീതമായ തെളിവാണ്. പല പ്രായക്കാരെങ്കിലും ഒരു ഹൃദയമായി ഈശോയെയും സഭയെയും സ്നേഹിച്ച ഈ യുവാക്കൾ ഒരു രാത്രി നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അച്ഛന്റെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് ബസിലിക്ക ദേവാലയത്തിലെത്തിയത്. അച്ഛന്റെ ഒരു വിളി എന്ന് പറയുന്നത്, വൊക്കേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര യുണീക്കാണ്. കാരണം ആദ്യം ആയുർവേദിക് മെഡിസിൻ പഠിക്കുന്നു, പിന്നെ മോഡേൺ മെഡിസിൻ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പൗരോഹിത്യ വൃത്തി തിരഞ്ഞെടുക്കുന്നു. അതും ഇതുവരെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു കോൺഗ്രിഗേഷനും ഒക്കെ. അപ്പൊ അച്ഛന്റെ ഈ ഒരു വൊക്കേഷൻ ജേർണിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു വളർച്ച, ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചേട്ടൻ എന്താ പറയാൻ? സുമേഷ് SSLC കഴിഞ്ഞിട്ടൊരു ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൽ ഒരു ധ്യാനമൊക്കെ കൂടി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഗ്രൂപ്പിലേക്ക് അവൻ്റെ ചേച്ചി വഴി നമ്മുടെ ജിസ് ഗ്രൂപ്പിൽ വന്നു. അവിടുന്ന് എൻ്റെ ഓർമ്മ ശരി ഒരു 10-15 കൊല്ലം മുൻപ് നിർമ്മൽമാത സെൻട്രൽ സ്കൂളിൽ നടന്നൊരു എഫാത്ത ജീസുത്തിൻ്റെ ഒരു ധ്യാനം. അന്ന് സന്തോഷ് കരിമത്ര ബ്രദറായിരുന്നു ധ്യാനം നയിച്ചത്. ആ ധ്യാനത്തിൽ ഞങ്ങളുടെ ഇടവയിൽ ഏകദേശം 35ഓളം പേര് പങ്കെടുത്തു. അതിൽ നിന്നാണ് ശരിക്കും ഒരു ഫയർ കിട്ടിയത്. ആ ഫയർ പിന്നെ വളരെ സജീവമായിട്ട് ആ ഒരു ഗോഡ് എക്സ്പീരിയൻസ് നേരത്തെ സുമേഷ് ബ്രദറിനെ സഹായിച്ചു. പിന്നെ BMS പോയപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ MBBS പോയപ്പോൾ വളരെ സജീവമായിട്ട് എല്ലാ തരത്തിലും സുമേഷ് ബ്രദറിന് വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയത്. പിന്നെ ഈ വെളി തിരിച്ചറിയാൻ സഹായിച്ചതും ജീസസിലൂടെ കിട്ടിയിട്ടുള്ള ഈ ഫോർമേഷൻ ആണെന്ന് ബ്രദർ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓൺ ഓൾ പ്രൊഫഷൻ ഹി ടേൺ ബാക്ക് ടു ഒരു എന്താ പറയുക പ്രീ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. നോർമലി ഞങ്ങള് വളരെ സൈലന്റ് നേച്ചർ, അധികം ആർഭാടങ്ങളും അല്ലെങ്കിൽ അധികം ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാള്. ഞങ്ങക്ക് ആദ്യം സർപ്രൈസിങ് ആയിരുന്നെങ്കിലും വിഷമം ഇൻ ദ സെൻസ് ആള് അച്ഛനാവാൻ പോകുമ്പോ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട മൊമെന്റ്സ് ഞങ്ങൾക്ക് കിട്ടാതെ പോകുന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ആളത് പോയതിൽ ഇപ്പോ ഈ ഒരു മൊമെന്റില് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ, ജിസ് യൂത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പുത്തമ്പള്ളി ബസിലിക്ക ഫൊറോന ജീസസ് യൂത്തിന്റെ സബ് സോൺ കോർഡിനേറ്റർ ആണ്. ഈ അച്ഛന് എത്ര കാലമായിട്ട് പരിചയമുണ്ട്? ഞാൻ ജീസസ് യൂത്തിലേക്ക് വന്നിട്ട് ഒരു 10 വർഷമായി. 10 വർഷം തുടക്കക്കാലം മുതലേ ബ്രദറെ പ്രയർ ഗ്രൂപ്പ് മൂലം ഈ ഫെലോഷിപ്പ് ഗ്യാതറിംഗിലൂടെ ഒക്കെ നല്ല പരിചയമുണ്ട്. ആദ്യം കണ്ട ബ്രദർ ആണോ ഇന്ന് അൾത്താരയിൽ ഉണ്ടായിരുന്ന ഫാദർ സുമേഷ്? എനിക്ക് മാറ്റം തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു ഉടുപ്പും അതിനപ്പുറത്തേക്ക് ആള് പണ്ടത്തെ ഇന്നലെയും കൂടി കണ്ടപ്പോ ആ 10 കൊല്ലം മുമ്പ് കണ്ട അതേ സ്നേഹവും അതേ ഫെലോഷിപ്പും അതേ കെയർ തന്നെയാണ് കിട്ടുന്നത്. സുഹൃത്തായി കൂടെയുണ്ടായിരുന്നവൻ ഇനി വൈദികനായി, ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി, കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന പ്രിയ പുരോഹിതനായി എത്തുന്നതോർക്കുമ്പോൾ കുരിയച്ചിറ ജീസസ് യൂത്തിന് അഭിമാനം മാത്രം. സുമേഷ് അച്ഛൻ ഞങ്ങൾക്കൊരു ഗൈഡൻസ് തന്നെയായിരുന്നു. അദ്ദേഹം വളരെ ശാന്തനായിട്ടുള്ള ഒരു പ്രകൃതിയിലുള്ള ഒരാളാണ്. അപ്പൊ മറ്റുള്ളവരുമായിട്ട് അടിപിടി കൂടുക അങ്ങനെയുള്ള ഒരു ഇതുകളും ഇല്ല. അതുകൊണ്ട് അപ്പോഴും ഞങ്ങൾക്കൊരു എപ്പോഴും ഒരു മാതൃക തന്നെയാണ്. പിന്നെ പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ കൂടുതൽ കൂടിയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള തലത്തില് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി. ആത്മീയമായ തലത്തില് ജീസസ് യൂത്ത് എങ്ങനെയാണ് അച്ഛന്റെ പട്ടത്തിന് വേണ്ടി തയ്യാറായത്? ഒരു 2 ആഴ്ച മുമ്പ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക് ഒരു ഓൺലൈൻ ജപമാല, ഒരു രഹസ്യം ബ്രദറിന് വേണ്ടി എല്ലാവരും സീനിയേഴ്സ് എല്ലാവരും കൂടി ചൊല്ലിയിരുന്നു. ഓൺലൈനിൽ വാട്സാപ്പിൽ ഒന്ന് ഇങ്ങനെയാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനു വേണ്ടി മാത്രം കുരിയച്ചിറ ഇടവകയുടെ ഇടയനായ ഫാദർ തോമസ് വടക്കൂട്ടിന്റെ ആത്മീയ ശിക്ഷണം കഴിഞ്ഞ 3 വർഷങ്ങളായി സുമേഷച്ചന് പ്രത്യേകമായി ലഭിക്കുന്നുണ്ടായിരുന്നു. അവധിക്കാലത്ത് സെമിനാരിയിൽ നിന്നും നാട്ടിലെത്തുന്ന ശാന്തപ്രകൃതിയായ സുമേഷച്ചന്റെ സ്വഭാവ രൂപീകരണത്തിൽ അദ്ദേഹത്തിന്റെ വൈദ്യ പഠനം പോലും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞ ഫാദർ തോമസ് വടക്കൂട്ട് സുമേഷച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയുണ്ടായി. എല്ലാവരോടും സ്നേഹത്തോടുകൂടി സുസ്മരവദനായിട്ട് ശാന്തനായിട്ട് പെരുമാറുന്ന
സുമേഷച്ചനാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെയാണ്. അമ്മയായാലും അപ്പനായാലും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന. അതുപോലെ തന്നെ സുമേഷച്ചൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, അപ്പൻ എപ്പോഴും നമ്മുടെ ഔസേപിതാവിനുള്ള ഭക്തിയിൽ വളരാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അമ്മയാണെങ്കിൽ മാതാവിനുള്ള ഭക്തിയിൽ. അമ്മ ജെറുസലേമിലെ എപ്പോഴും നിത്യ സന്ദർശകയായിരുന്നു. നല്ല ദൈവമുള്ളൊരു കുടുംബം, പ്രാർത്ഥനയില് അഭിവൃദ്ധിപ്പെട്ട് താൻ ആഴത്തിൽ മനസ്സിലാക്കിയ ദൈവവിളിയാണ് തെരഞ്ഞെടുത്തു എന്നുള്ളതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അച്ഛൻ്റെ തുടർന്നുള്ള മേഖലകള് ഞാൻ മനസ്സിലാക്കുക. അച്ഛൻ ബാംഗ്ലൂര് കമലസന്യാസ സഭയുടെ ആശുപത്രിയിലേക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അവിടെ എല്ലാവരെയും ശുശ്രൂഷിക്കാനായിട്ട് കർത്താവിന്റെ കരുണയും സ്നേഹമൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുറപ്പുണ്ട്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ തിരുപ്പട്ട സ്വീകരണത്തിനും പ്രഥമ ദിവ്യബലി അർപ്പണത്തിനും ശേഷം മണിക്കൂറുകളോളം ഫാദർ സുമേഷ് മദ്ബഹായുടെ മുൻപിലായിരുന്നു. തന്നെ കാണാനെത്തിയ ഓരോ വ്യക്തിയെയും ഒരു നറുപുഞ്ചിരിയോടെ സ്വീകരിച്ച ആ പുരോഹിതൻ അല്പസമയം ഞങ്ങളോടൊപ്പം തന്റെ വിളിയെക്കുറിച്ചും പൗരോഹിത്യത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും സംസാരിക്കുവാൻ വന്നു ചേർന്നു. അൾത്താര ബാലനായിരുന്ന കാലം തൊട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച് പുരോഹിതനാവണമെന്ന മോഹത്തിന് ഫാദർ സുമേഷ് മറുപടി നൽകിയത് തന്റെ BAMS MBBS പഠനങ്ങൾക്ക് ശേഷമാണ്. മെഡിക്കൽ കോളേജിലെ പഠനകാലത്ത് ജീസസ് യൂത്തിൽ സജീവമായിരുന്ന സുമേഷ് അച്ഛനിൽ വൈദികനാവണമെന്ന ആഗ്രഹം ഒരിക്കൽ കൂടി ഉണർന്നു വന്നു. After the finishing that MBBS, there was a strong desire in my heart which was burning, like that I want to join a seminary, I want to become a priest, I want to become a missionary. So again God gave me that gift. Then after so much discernment, I joined the seminary. ചെറുപ്രായത്തിൽ ദൈവവിളി തിരിച്ചറിഞ്ഞ യോഹന്നാൻ അല്ല, അല്പം വൈകിയെങ്കിലും ഈശോയിൽ തന്നെ എത്തിച്ചേർന്ന പത്രോസാണ് താൻ എന്ന് സധൈര്യം പറഞ്ഞ ഫാദർ സുമേഷ് അധികം ആരോടും പങ്കുവയ്ക്കാത്ത തന്റെ ജീവിതത്തിലെ മരിയൻ അനുഭവം ഞങ്ങളോട് പങ്കുവച്ചു. അയർലൻഡിലെ നോക്കിൽ വെച്ച് ഈശോയുടെ പുരോഹിതനാവാൻ ഈ വൈകിയ വേളയിൽ തനിക്കാവുമോ എന്ന് ചിന്തിച്ച തന്റെ അടുക്കൽ പരിശുദ്ധ കന്യകാമറിയം തന്നെ വന്ന് പൗരോഹിത്യത്തിലേക്ക് ക്ഷണിച്ച അത്ഭുതാവഹമായ അനുഭവം ഒരുപാട് ആനന്ദത്തോടെ അച്ഛൻ പങ്കുവച്ചു. One last question. During the ordination mass and your first holy mass, I noticed something. You quoted a lot from the Magnificat. So I figure you are a Marian devotee, and I'd love to know a little bit more about your Marian devotion. Your sister did mention something about it. I'd love to hear it from you if it is at all possible for you to share your experience. Yeah, sure. Actually, when I was thinking of becoming a priest, I was in Ireland. My sister's delivery was going on, so I went and 1 month I was there. And during that time, I visited Nok. It's a pilgrim center like Velangani in India. So I was praying there, and it was like a heavenly feeling for me. So silent and serene atmosphere. Then after entering the chapel, I asked Mother Mary, "Oh dear Mother, if you really want me, because I am so much aged and all, so if you really want me, show me a sign." That after after this prayer, when I go out of this chapel, if I see a married couple or a girl, I will choose in fact it was a little childish, but yet it was so much spiritually it was like a God experience for me. So if I see a nun or priest, I will choose this path. Then I came out of chapel, and I was, and in fact I saw nobody there. Then I went to there is a place where Mother Mary apparition was held. There is a stone, so I was praying there. Then one lady, she was very tall, she came with a red dress and the mercy Jesus, our mercy Jesus in her one locket. And she came to me, she looked at me and asked, "What is your name?" Then I told Sumesh. Then she asked, "No, what is your other name?" Then I told my baptism name, Thomas. Then she told, "Are you a priest?" Then I told, "No, I am not priest." Then after some time she asked, "Are you thinking to become a priest?" Then I was little anxious, like I didn't expect that question from her. Then I told, "Yes, I am thinking to become a priest." Then she told, "Okay, Thomas, I will pray for you and you will become a good priest." Then that my parents were standing nearby. Then when they saw that I was talking to this lady, they came near me. But she did not speak to anybody, or she did not wait. She just went. And I thought she was praying like way of the cross. Then we did not even meet her after that. Like
Then after that, I went for a retreat. I asked, then the retreat teacher told it's probably there's a message of Mother Mary, and that was so much convincing for me. പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് തന്നെ പൗരോഹിത്യത്തിലേക്ക് ക്ഷണിച്ചു എന്നുറച്ചു വിശ്വസിക്കുന്ന ഫാദർ സുമേഷ് കുരുത്തുകുളങ്ങര തിരഞ്ഞെടുത്തത് കമിലിയൻ സന്യാസ സമൂഹമാണ്. 16-17 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ കാമിലസ് ഡി ലെല്ലെ സ്ഥാപിച്ച ഈ സന്യാസ സമൂഹം അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾക്ക് പുറമെ സ്വന്തം ജീവൻ പരിത്യജിച്ചും രോഗികളെ പരിചരിക്കുക എന്നൊരു 4ാമത്തെ വ്രതവും എടുത്തിരിക്കുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ഈ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുന്ന കമിലിയൻ സഹോദരങ്ങളോടൊപ്പം ഡോക്ടറായ ഫാദർ സുമേഷും തന്റെ വിളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബലിയാകുവാനും ബലി അർപ്പിക്കുവാനും ദൈവജനത്തിനു വേണ്ടി മുറിയപ്പെടാനും ഈശോയുടെ കുരിശിന്റെ മറുപുറത്ത് സ്വയം ക്രൂശിച്ചു സൗമ്യനായ ഈ ഭിഷഗ്വരൻ.